Welcome to our non-existing but existing YouTube channel. This is my best friend, Shilpa. Okay, she's married. മതി ഒത്തിരി ഓവർ ആക്കണ്ട കേട്ടോ, അത് ടൈം ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ. ഓക്കെ, നമ്മളൊന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ചെയ്യാത്ത ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്ന ഇവള് ബേസിക്സിലാണ് സ്റ്റിൽ. സോ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങാം. രമയ്യ പടയപ്പ ഐറ്റംസ് എടുക്ക്. അതെ, സോ എനിക്ക് ബേസിക് ഈ ഒരു ലിപ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഗോസ് വിത്ത് മൈ ലിപ്സ്. ഓൾസോ ഐ യൂസ് ദിസ് റെവ്ലോൺ ലിപ്സ്റ്റിക്. കാണുന്നുണ്ട് ഇതൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാതൊക്കെ. ഈ റെവ്ലോൺ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും, ബട്ട് ഇറ്റ്സ് മോർ ഓഫ് എ ലിപ് ഗ്ലോസ്. ഇത് ലിപ്സ്റ്റിക്, ഇത് വേണം ഗ്ലോസ് ആയിട്ട്. നമ്മൾ ഇൻഫ്ലുവൻസറിനെ പോലെ നമ്മളെ ആർക്കും അറിയത്തില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും കൗശിക്കിനും മാത്രമേ ഞങ്ങൾ അറിയത്തുള്ളൂ. വേറെ ആരും ഇത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ നല്ല ബ്രാൻഡാണ് സ്വിസ് ബ്യൂട്ടി. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നിനക്ക് ഞാൻ തന്നെ എന്തിയെ ഇവൾക്ക് കൊണ്ടുവന്നു, പക്ഷെ ഷെയ്ഡ് ഇവള് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ മേടിച്ചത്. This is not my shade. It's like, നമുക്കിത് കുറച്ച് മിക്സ് look at this, it's way darker. നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് വിത്ത് ദിസ്. ഓക്കെ, അനി കണ്ണ് Sunscreen. അമ്മയ്യ. ഓ, സൺസ്ക്രീൻ ഉണ്ട്. അവിടെ പോവാനാ ഫോട്ടോ എടുക്കാറില്ലോ? that is yes. Okay. ഫൗണ്ടേഷൻ ഇടുന്നില്ലേ? ഇല്ല, ഫൗണ്ടേഷൻ ഇടും. ഞാൻ പിന്നെ മേടിച്ചതല്ലേ? അത് ഫൗണ്ടേഷൻ ആണ്. നോ, ഇല്ല, ഫൗണ്ടേഷൻ ഇല്ല. ശിൽപ പൊട്ടിട്ട് ഓൺ യുവർ ഫേസ്. അതിന് ബ്ലെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ബ്ലെൻഡ് ചെയ്യാനൊന്നും ഇല്ലേ? ഞാൻ വേറെ കളർ ഇട്ട് തരാം. നീ നടക്ക്. നീ പറഞ്ഞ സ്കിൻ ടോൺ ആണ്. നീ ഇട്ട് കുറച്ചിട്. ഒത്തിരി ഇടണ്ട. എനിക്ക് ഈ കൺസീലർ വീണ്ടും കുറച്ച് കളർ കൂടെ ബ്ലെൻഡ് ചെയ്താ. ഞാൻ ഇട്ട് തരാം. എനിക്കൊരു ഇത് ചെയ്യാൻ ഒരു പ്ലേറ്റ് വല്ലതും ഉണ്ടോ? എന്നിട്ട് കയ്യിലിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇല്ല, ഞാൻ നിന്റെ അത്ര I will judge you, bro. I will judge you. It is actually better on the set here. Okay, then brush and blend. Please blend ചെയ്യാൻ blender ഉണ്ടോ? ഇല്ല, ഇതുള്ളൂ. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? പൗഡർ. വേറെ എടുക്കട്ടെ. കഴിയാൻ മതി. കുറച്ച് മറ്റേ വരണേ. പിക്ചർ ലൈറ്റാ. പുറത്തോട്ടോ. ആക്ച്വലി കുഴപ്പമില്ല, ബ്ലെൻഡ് ആയി പോകുന്നു. കരയണ്ട ദാസ, നീ കരയണ്ട. നീ ഇനി കരയാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ടാക്ക്. അല്ല, കുറച്ചുകൂടെ ഇട്ടല്ലോ. നീ UK പോകുന്നില്ലത് മേടിച്ചോണ്ട് വരാനില്ല. ഇല്ല, ഇനിയിപ്പോ പോകാൻ പറ്റത്തില്ലല്ലോ. UK കൊണ്ടുവന്ന ഞാൻ UK. അതും ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ വില പോലും തരില്ല. അവിടെ നമുക്ക് കൺസിഡർ അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലഷ് ഉണ്ടോ? ബ്രഷ് ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ബ്രഷ് നീ എല്ലാം എടുത്ത് നിന്റെ എല്ലാം ഈ കണ്ണ് പോലും ഞാൻ തന്നെ ഈ കണ്ണാടി One eternity later. ഞാൻ സത്യമായിട്ട് പറയാം, ഞാൻ അടിച്ചോണ്ട് പോകുന്നതല്ല. മേക്കപ്പ് ഇടാതിരുന്ന ഞാനാണ് നിനക്ക് മേക്കപ്പ് ഇട്ട് തരുന്നത്. അപ്പൊ അതിനാണ് പറയുന്നത്, നീ എന്നെ കുഞ്ഞിലെ ജഡ്ജ് ചെയ്യരുതെന്ന്. കുഞ്ഞിലെ ജഡ്ജ് ചെയ്തോണ്ടിരുന്ന അവള്. ഞാൻ വിചാരിച്ചില്ല നീ ഇത്ര മേക്കപ്പ് ഒക്കെ ഇടുന്ന ആളാക്കും. നീ എനിക്കിട്ടല്ലോ, ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് യു നോ ഗൈസ്, ഇവിടെ ഞാൻ ഈ ഫൗണ്ടേഷൻ പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഗേൾസ് ടോയ്ലറ്റിൽ വന്നിട്ട് ഫൗണ്ടേഷൻ പൗഡർ ഇടുമ്പോൾ ഇവിടെ പറയും ഇങ്ങനത്തെ സാധനം കണ്ടില് മുഖത്ത് കുരു വരുമെന്ന്. അങ്ങനെ പറഞ്ഞവർ ഇപ്പൊ നിന്റെ മുഖത്തൊക്കെ കുരു വരത്തില്ലേ? ഇവളുടെ മുഖത്ത് അന്ന് കുരു വരുമായിരുന്നു. ഇവിടെ ഇവിടെ
അത് ഞാൻ ബ്ലെൻഡ് ചെയ്യും. ഇതിന് കുഞ്ഞ സ്പഞ്ച് ഇല്ല നിനക്ക്? ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ട് വന്നു. എടുത്തിട്ട് വന്നില്ലെന്നോ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉപയോഗിക്കാത്തതിലും കൊണ്ടുവരായിരുന്നു. ചോദിച്ചില്ലല്ലോ നീ. മേക്കപ്പ് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പറഞ്ഞത് അവളോട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങിയെന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ആക്ച്വലി സെയിം സ്കൂളിലായിരുന്നു. നീ എത്ര LKG പോലെ അവിടെ ആയിരുന്നില്ലേ? ഞാൻ LKG പോലെ സെയിം സ്കൂളിലായിരുന്നു. ബട്ട് ഡിഫറെൻറ്റ് ഡിവിഷൻസ്. ഞങ്ങൾ കാണാറൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ മിണ്ടിയിട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇരുന്നിരുന്ന് +1 എത്തി. +1 എത്തിയപ്പോൾ ഈ ചീത്ത പിള്ളേരെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിലിരുന്നത്. അങ്ങനെയല്ല, വർത്താനം പറയുന്ന പിള്ളേരെ കൊണ്ട് ഫ്രണ്ടിലിരുത്തി. അപ്പോൾ അങ്ങനെ ഞാനും ഫ്രണ്ട് ബെഞ്ചിൽ വന്നു. അങ്ങനെ ഞങ്ങളങ്ങ് ഫ്രണ്ട്സ് ആയില്ല. അങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചു. പിള്ളേരെ പിന്നെ ടീച്ചേഴ്സ് ഒന്നും ഞങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധമായി. അങ്ങനല്ലേ? ഓക്കെ അല്ലേ? മേക്കപ്പ് ബ്ലെൻഡ് ആയില്ലേ? കണ്ണിന് മുകളിട്ടോ ഡാർക്ക് ഇട്ട് നമുക്ക് കണ്ണ് ഇത് ചെയ്യാം. ഇത് ഇന്ന് ഞങ്ങൾക്കൊരു എൻഗേജ്മെന്റ്, ഐ മീൻ റിസപ്ഷൻ ഉണ്ട്. വേറെ എനിക്ക് നേരെ പോകാം, പക്ഷെ ഞാൻ ഇട്ടേക്കുന്നത് ഇച്ചിരി നോർമലായിട്ടുള്ള ക്ലോത്തിങ് ആണ്. എപ്പോഴാണ് റിസപ്ഷൻ? 6 മണി. അപ്പോൾ നീ 6 മണിക്ക് മുന്നേ പോകും? അറിയില്ല, ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകത്തില്ല. ഇവിടെ എന്നോട് പറഞ്ഞേക്കുന്നത് ഇവിടെ നിൽക്കണം എന്നാണ്. ഇത്ര സ്നേഹമുള്ള കുട്ടിക്കാരൻ്റെ ഉണ്ട്. കുറച്ചും കൂടെ ശരി. നീ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി എന്ന് പറയാൻ? ഫസ്റ്റ് ഞാൻ ഇവളെ കണ്ടപ്പോൾ ഒരു പാവം എന്ന് തോന്നി. ഇല്ല, വെറുതെ ഇവള് ഭയങ്കര ബി ആയിരുന്നു. ഫുള്ള് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇവളെ ഞാൻ ആദ്യം കണ്ടപ്പോ ഇത്ര അഹങ്കാരം പിടിച്ചപ്പോഴാണ് ഇവളെങ്ങനെയാ നടക്കുന്നത്, ഇങ്ങനെ നടക്കുന്നത്. ആണ് 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 തമാശയല്ല, ഭയങ്കര ഭയങ്കര ജാടയാണ്. എനിക്ക് ഇവളെ കാണും. ഇവളുടെ പുള്ളിക്കാരത്തെ കൊണ്ടുവിട്ടായിരുന്നു. അത് സാറാണോ? സാറാണ്. പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ട് ഫ്രണ്ട് ഇരുത്തി. 2 പേര് ഫ്രണ്ട് വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 5 പേര് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലേ? ഞാന് നീയ് അവള് അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. അല്ല, സംസാരമായി. പിന്നെ മുതൽ ഞങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങളോട് നീ ഭയങ്കരമായിരിക്കും, നീ ഭയങ്കര സാധനമായിരിക്കും. പിന്നെ എങ്ങനെയാന്നുള്ള വീണ്ടും ബാക്ക് ബെഞ്ചിൽ പോയി. അതെങ്ങനെയായിരുന്നു? എനിക്ക് ഓർമ്മയില്ലായിരുന്നു. നമ്മൾ പക്ഷെ ബാക്ക് ബെഞ്ചിൽ പോയി. അത് കഴിഞ്ഞ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ കഴിക്കുമ്പോൾ നമ്മളും കൈയിട്ട് വരാറില്ലായിരുന്നോ? അത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് സിലബസ് ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ CBSE ബിൽഡിങ്ങിൽ പോയി. സ്റ്റേറ്റിൽ ഇരുന്നപ്പോഴാണ് ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തായിരുന്നു. നമ്മൾ CBSE വന്നപ്പോൾ ഇതാക്കിയോ? നമുക്ക് ഒരിടയ്ക്ക് സ്റ്റേറ്റ് സിലബസിലായിരുന്നു ക്ലാസ്. അപ്പം ആ ബിൽഡിങ്ങിൽ പോയിരിക്കാൻ. അത് കഴിഞ്ഞ് നിനക്ക് ഇനി എന്നൊക്കെ ഇടാനുള്ള കണ്ണെഴുതണ്ടേ? ഞാൻ ആക്ച്വലി കണ്ണെഴുതിയിട്ടുണ്ട്. പൗഡർ, അത് സെറ്റിംഗ് പൗഡർ, അത് അവസാനം ഇടുന്നത്. നീ ഇതിൻ്റെ ഇത് കഴിഞ്ഞില്ലേ? ഇല്ല, ബ്ലഷ്. വി നെവർ തോട്ട് വി വുഡ് ബി ഡൂയിങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, യു നോ. ഞങ്ങളുടെ ലൈഫിൽ ഫുൾ ഇടും, മുഖം മൊത്തം ഇടും, വേർക്കത്തില്ല. ഇല്ല, അത് ഒത്തിരി എടുത്തില്ല. അങ്ങനെ ഒറ്റ പപ്പ തന്നോളന്ന്. പഫ് മാത്രം. അങ്ങനെ ഇവളായിരുന്നു പണ്ട് സ്റ്റൈലായിട്ട് നടന്നത്. ഞാനൊന്ന് തള്ളവൈബായിരുന്നു. ഇപ്പോഴും തള്ളവൈബൊക്കെ തന്നെയാണ്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ ഉപദേശത്തിന്റെ ഇതായിരുന്നു. ഫൗണ്ടേഷൻ പൗഡർ പോലെ ഇടാൻ അവളെ സമ്മതിക്കത്തില്ല, എനിക്ക് കുരു വരും എന്ന് പറഞ്ഞു. അതെ, ഐ വാസ് ദ പ്രൊട്ടക്ടിങ് വൺ, യു നോ. സോ അന്ന് ഞാൻ ഏത് ലെവൽ ഓഫ് മേക്കപ്പിലാണോ ഇരുന്നത്, ഇപ്പോഴും ആ ലെവൽ ഓഫ് സെയിം മേക്കപ്പിലാണ് ഇരിക്കുന്നത്. ഇവള് ഭയങ്കര അപ്ഡേറ്റഡ് ആയി. ഞാൻ എന്നെ തന്നെ അപ്ഗ്രേഡ് ചെയ്തു, ബെറ്റർ വേർഷൻ ഓഫ് മീയിലേക്ക്. എവിടെ ഞാൻ പോയാലും സാധാരണ അങ്ങനെ മേക്കപ്പ് ഇടാറില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ നീ എഡിറ്റ് ചെയ്ത് കളയണേ പാട്. ഏത്? പിന്നെ പാടൊക്കെ എഡിറ്റ് ചെയ്ത് കളയണമെന്ന് അതൊന്നും പറ്റത്തില്ല. ഇവിടെ ഭയങ്കര ഓവറാട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാൻ നേരം നല്ല ഫോട്ടോ വേണം. എന്നൊക്കെ എങ്ങനെ എന്ത് ഇവളുടെ നല്ല ഫോട്ടോസ് എടുത്തോളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളുടെ ഉള്ള ഫോട്ടോസ് ഞാനെല്ലാം പബ്ലിക്കിലോട്ട് കണ്ണെഴുതണം. ഓക്കെ, എന്റെ ബ്ലഷ് ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇത് നീക്കിക്കൊണ്ട് വരുവാ.
നിങ്ങളെ അടുത്തോട്ട് കൊണ്ടുവരട്ടെ. അടുത്ത് വാ. അടുത്ത് വാ. എന്നെ കാണത്തില്ല. അടുത്ത് വാ. താഴെ വീഴൂ ഇത്. എന്നാ പൗഡർ ആണോ അത് ഇതാണോ? ഓ ഇത് പൗഡർ അല്ലല്ലോ. കൂടി പോയി തോന്നുന്നു. എന്നെ കണ്ടു മറ്റൊരു കൊരങ്ങനില്ലേ മേക്കപ്പ് യോ ഇവിടെ കണ്ണാടിയുണ്ട്. പിങ്ക് കണ്ണാടിയുണ്ട്. തിരിക്കത് തിരിക്ക്. അത് എടുത്തോണ്ട് ഇങ്ങോട്ട് വരല്ലേ. അതിന്റെ തന്നെ വീട്ടിൽ പ്രകടിക്കുന്നുണ്ട്. മേക്കപ്പ് വീഡിയോസ് ഇനി നിങ്ങൾ മേലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഉപയോഗിക്കരുത്. ക്ലോസ്. ലിറ്ററലി ലിറ്ററലി ടിഷ്യൂ വേണോ? വേണം. ടിഷ്യൂ വേണം. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഐലൈനർ ഇട്ട ഞാൻ ഇച്ചിരി ആക്ച്വലി ഭയങ്കര ബോറാ. നീ പറയണ്ടായത് പിഗ്മെന്റഡ് ആവുന്നു. ഞാൻ അറിഞ്ഞു നീ അത്ര വാരി തേക്കുന്നു. അങ്ങനെയാ തേക്കുന്നേ. മൈ ടേസ്റ്റ്. അതെ ശരി. നമ്മൾ ഈ കുഞ്ഞിലെ അമ്മമാരുടെ മേക്കപ്പ് എടുത്തു. ഓക്കെ ഞാൻ റോങ് ബ്രഷ് എടുത്ത്. ഐ എം സോ ബ്ലൈൻഡ് ഫോർ ദിസ് മം. ఏంటి ఏంటి బ్రష్ ఉంది అదే അവിടെ പിന്നെ കണ്ണാടി ഉണ്ടോ? നന്നായി. ഇച്ചിരി ചുമപ്പ് കുറഞ്ഞില്ലേ? ബെറ്റർ ആയില്ലേ? നമ്മൾ ബ്ലഷ് ഇടുന്നില്ല. നമ്മൾ ഓൾറെഡി ഉണ്ട്. നിന്റെ കല്യാണത്തിന് ചെയ്തു തരണ്ടായിരുന്നു ഞാൻ. പക്ഷെ അവൾ എന്നെ വിളിച്ചില്ല. ഞാൻ വിളിച്ചു. ഇവിടെ യുകെയിലോട്ട് കെട്ടിയെടുത്ത് പോയി. പക്ഷെ അവൾക്ക് വരായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല? എങ്ങോട്ട്? അല്ല അവൾക്ക് എനിക്ക് വേണ്ടി മാറ്റിയൊക്കെ അവൾ എന്തുകൊണ്ട് എന്നെ പ്രത്യേകമായി ക്ഷണിച്ചില്ല. ഇതൊക്കെ എങ്ങനെ ഒടിഞ്ഞു പോയോ? എന്തോ ഇത് ഐഷാഡോ. Which one you want? ഞാൻ ബ്ലഷ് ഐഷാഡോ ഉപയോഗിക്കുന്നത്. കളർഫുൾ ആക്കടേ. കൊളാക്കാതിരുന്നാൽ മതി. നീ ചെയ്തോ? എനിക്കറിയത്തില്ല. ഞാൻ ബ്ലഷ് തന്നെ ഐഷാഡോ വെക്കുന്നത്. ഞാൻ ഇതിനും ബ്രഷ് ഇടുന്നതാ. പക്ഷെ ഞാൻ ബ്രഷ് എടുത്തില്ല. ഓ ഞാൻ നിന്റെ വാക്കം കേട്ട് ഞാൻ ഐലൈനർ ആദ്യം ഇട്ടു. ഞാൻ ആക്ച്വലി ബ്ലഷ് ഇട്ടിട്ട് വേണം ഐലൈനർ ഇടാനായിട്ട്. നീ എന്നോട് ഇത് പറഞ്ഞോ? ചെറുതായി അത് ഉണങ്ങിയെങ്കിൽ അതിന്റെ മേലോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഐലൈനർ വരച്ചു. ഞാൻ ഇനി ഐഷാഡോ ഇടുന്നില്ല. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിയോടെ ഉപയോഗിക്കുന്നത്. മന്ദബുദ്ധികളുടെ കൂടെ ഇരുന്നിരുന്ന് ഞാൻ എന്നത് I don't even know what I'm doing. ഇത് എത്ര തോണ്ടി എടുത്തിരിക്കുന്നു ഇതിൻ്റെ അകത്തുനിന്ന് കാണുന്നുണ്ടോ? തോണ്ടി അല്ല ഞാൻ ഓർത്ത പൗഡർ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ അതല്ല ചെയ്യൂ. ഇത് കൺസിസ്റ്റൻസി ഡിഫറെന്റ് ആണ്. നമ്മൾ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ അടി ഉണ്ടാക്കാത്തവരാ. ഇത്രയും നാളുമായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. കൂടുതലുണ്ട് കുറച്ച്. ഞാൻ ഹൈലൈറ്റർ എവിടേക്ക് ഇടുന്നറിയോ? ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്. ഇവിടെ അല്ലടി. ഇവിടെ കുറച്ച്, ഇവിടെ കുറച്ച്. This is why I prefer powder. Then like ഇവിടെ കുറച്ച്. അവിടെ വേണ്ട എന്നാൽ ഞാൻ ഇട്ടു. ഈ ബോണിന്റെ ഇവിടെ നിന്നാണ് പെരട്ടേണ്ടത്. ഞാൻ ചോദിച്ചല്ലോ ആദ്യം പറഞ്ഞു. അങ്ങോട്ട് പെരട്ടുന്നതിന് മുമ്പ് പറയണായിരുന്നു. അതിന്റെ അടിയിലെല്ലാം അങ്ങോട്ട് തേച്ചിട്ട് പറയുക. അത് ആദ്യം ചോദിച്ചല്ലേ. അപ്പോൾ ഓക്കെ ആയില്ലേ? കുഴപ്പമില്ല. കണ്ണിൻ്റെ ഇവിടെ ലിപ്സ്റ്റിക്ക് മെയ്ബ്ലിൻ്റെ ആണേലും
ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇത് കുറച്ച് ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞ് വരും. ബോൾഡ് കുറച്ച് ബോൾഡ്. പക്ഷെ യൂഷ്വലായി ഇട്ടാലും വലിയൊരു ഡിഫറൻസ് ഒന്നും അറിയത്തില്ല. ഇനി മേല് മാത്രമേ എടുത്തുള്ളൂ. ഇതിൽ വരുന്നുണ്ടോ? നമ്മൾ സ്കൂളിൽ എന്തൊരു അലമ്പായിരുന്നല്ലേ. ഞങ്ങൾ രണ്ടുപേരും അലമ്പായിരുന്നു. അല്ല, ഞാൻ ഭയങ്കര അലമ്പായിരുന്നു. ഇപ്പോൾ അത്ര ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്നെ പുറത്ത് ഞാൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ എക്കോ സാറിൻ്റെ. എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്, സോ ഐ ഡോണ്ട് നോ വാട്ട് ഹെയർ സ്റ്റൈൽ ഐ വുഡ് കോൾ ഇറ്റ്. പോണി നോ നോക്കട്ടെ. നീ ഓർക്കുന്നുണ്ടോ എന്നെ ലെൻസ് ഇട്ടതിന് പിടിക്കുന്നത്? എപ്പോഴും ഞാൻ ലെൻസ് ഇടുന്നതിന് എന്നെ കൊണ്ട് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനോ? ഓ അങ്ങനെ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് അമാൻഡ ജേക്കബിനെ കോണ്ടാക്ട് ചെയ്യുക. കുറച്ചൊക്കെ കുളവാക്കിയാലും ഞാൻ സെറ്റാക്കി തരും, അതിനകത്ത് പേടിക്കൊന്നുമില്ല. ഇനി ഒന്ന് പോസ് ചെയ്യട്ടെ. സോ എന്തൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കണ്ടറിയാല്ലേ, എന്തൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുമെന്ന്. നീ മീശയും താടിയുള്ള പോലെ എന്തൊക്കെ വീഡിയോ ഒന്നുകൂടെ. So this is us after makeup and I literally look the same. Yes. കാരണം ഹെയർ ചെയ്തില്ല നീ. ഹെയർ ചെയ്തില്ല ബിക്കോസ് എൻ്റെ ഹെയർ ഫ്രിസി ആയിട്ടിരിക്കാൻ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് എനി അയണിങ് ടൂൾസ് ഓർ ഹീറ്റിംഗ് ടൂൾസ്. ഇപ്പം എനിക്ക് യൂസ് ഇതിനകത്ത് പോലല്ല നിന്റെ നേരിട്ട് കാണാൻ. എങ്ങനെ ഇരിക്കുന്നത്? ഭയങ്കര ഫ്ലോലെസ് ആയിട്ടാണ് സ്കിൻ ഇരിക്കുന്നത്. നേരിട്ടോ? ഒത്തിരി ഓവറാക്കണ്ട കേട്ടോ. അല്ല, ഞാൻ നോക്കിയത് ഇതില് അത്രേ ഉള്ള വീഡിയോ. ഇനി ടാനിയയുടെ ഹൽദിക്കാണ്.